നമസ്കാരം. നാളെ തിരുവോണമാകുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞായറാഴ്ചയാണ് തിരുവോണം വരുന്നത്. വളരെയധികം വിശേഷപ്പെട്ട ദിവസമാകുന്നു. 15 എന്ന നാളത്തെ ആ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 15 അതായത് 5+1 കൂട്ടുമ്പോൾ 6 വരുന്നു. ഈ സംഖ്യ വരുന്നതും അതീവ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. കാരണം 6 ശുക്രന്റെ സംഖ്യയാകുന്നു. ഇതിനാൽ തന്നെ തലവര തന്നെ മാറ്റുവാൻ സാധിക്കുന്ന ദിവസമായി തന്നെ 2024 തിരുവോണം മാറുന്നു. ഇതിനാൽ ജീവിതത്തിൽ ലഭിക്കുന്ന അത്യപൂർവമായ ദിവസങ്ങളിൽ ഒന്ന് തന്നെയാണ് നാളെ. ദൈവം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നൽകുന്നതായ ഒരു അവസരമായി തന്നെ വ്യാഖ്യാനിക്കാം. നാളെ കണി കാണേണ്ട വസ്തുക്കളെക്കുറിച്ചും നാളെ ചെയ്യാൻ പാടില്ലാത്തതായ തെറ്റുകളെക്കുറിച്ചും വിശദമായ വീഡിയോകൾ തന്നെ ചാനലിൽ ലഭ്യമാണ്. ആ വീഡിയോകൾ ചെയ്തിട്ടുള്ളതാകുന്നു. അതുകൂടി കാണുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നാളത്തെ വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ, നാളത്തെ ദിവസം ചെയ്യേണ്ടതായ ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ അതിരാവിലെ തന്നെ ഉണർന്ന് 5 തിരിയിട്ട വിളക്ക് നിങ്ങൾ തെളിയിക്കുക. ഭദ്രദീപം തെളിയിക്കുക. കുളിച്ച് ശുദ്ധിയോടെയാണ് തെളിയിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. മഹാലക്ഷ്മി ദേവി ആ വീടുകളിൽ വിളങ്ങും എന്നാണ് പറയുക. വീടുകളിൽ വിരിയുന്ന പൂക്കൾ വിളക്കിന് മുൻപിൽ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങൾ തന്നെ നിങ്ങൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികൾക്ക് നാളെ സമ്മാനങ്ങൾ നൽകുന്നത്, മധുരം നൽകുന്നത്, കൂടാതെ അവർക്ക് വസ്ത്രം വാങ്ങി നൽകുന്നത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ വിളക്കിനോടൊപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതിൽ ആദ്യത്തേത് കിണ്ടിയിൽ ജലം വിളക്കിനടുത്തായി വയ്ക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. സാധിക്കുന്ന ഏവരും വീടുകളിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതായ ഈ ഒരു കാര്യം ചെയ്യുക. കളഭം നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. പഴം സമർപ്പിക്കുന്നതും പായസം നാളെ ഭഗവാന് സമർപ്പിക്കുന്നതും ഫലവർഗ്ഗങ്ങൾ ഭഗവാന് നാളെ സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. മധുരം നിങ്ങൾ ഭഗവാന് നാളെ സമർപ്പിക്കുക. കേടായ വസ്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി ശുഭവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യുവാൻ എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പുതിയ വസ്ത്രം ധരിക്കുവാൻ സാധിച്ചാൽ ഏറ്റവും വിശേഷം. കൂടാതെ നാളെ കോടി വസ്ത്രം ഭഗവാന് സമർപ്പിക്കുന്നതും, കൂടാതെ ഈ സമയം നാണയം, സ്വർണം എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. ആ വീടുകളിലേക്ക് ഐശ്വര്യം വന്നു ചേരുന്നതിനും നാൾക്ക് നാൾ ഉയർച്ച വന്നു ചേരുന്നതിനും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. ഈ വസ്തുക്കൾ നിങ്ങൾ സമർപ്പിക്കുന്നതിലൂടെ ഭാഗ്യം, ആരോഗ്യം, സമ്പത്ത്, ഐശ്വര്യം എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദൗർഭാഗ്യം, ശത്രുശല്യം, ദൃഷ്ടിദോഷം ഇല്ലാതാവുകയും ചെയ്യും. അതിനാൽ തന്നെ നാളെ ഈ കാര്യം ചെയ്യുന്നത് സർവോത്തമമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ അടുത്തുള്ള കുട്ടികൾക്ക്, അതായത് വീടിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ വീടിനടുത്തുള്ള കുട്ടികൾക്കോ പരിചയമുള്ള കുട്ടികൾക്കോ മധുരം ദാനമായി നൽകുന്നത് ഏറ്റവും ശുഭകരമാണ്. അഥവാ മധുരം നൽകുന്നത് ശുഭകരമാകുന്നു. വസ്ത്രം, കളിപ്പാട്ടങ്ങൾ വാങ്ങി നൽകുന്നതും ഏറ്റവും വിശേഷമാണ്. നിങ്ങളുടെ വീടുകളിൽ സന്തോഷം നിറയുന്നതിനും ഐക്യം വർദ്ധിക്കുന്നതിനും മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിനും സഹായകരം തന്നെയാകുന്നു. സാധിക്കുന്നവർ ആ കാര്യം കൂടി ചെയ്യുവാൻ ശ്രമിക്കുക. നാളെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അഥവാ ഭഗവാനെ മഞ്ഞപ്പട്ടിൽ ഒരുക്കുകയോ മഞ്ഞപ്പട്ടിന് മുകളിലായി ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുകയോ ചെയ്യുന്നത് ഉത്തമമാകുന്നു. കളഭം നാളെ ഭഗവാന് ചാർത്തുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഒരു തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുക. കിണ്ടിയിലെ ജലത്തിൽ തുളസിയില ഇടുകയും ആ ജലം നിങ്ങൾ സേവിക്കുകയും ചെയ്യുന്നത് സർവ്വ ഐശ്വര്യപ്രദവും നിങ്ങളുടെ ആരോഗ്യം ഉയരുന്നതിന് സഹായകരമായി തീരും. വിളക്കിൽ ഒരു ഏലയ്ക്ക കൂടിയിട്ട് നിങ്ങൾ കത്തിക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ സുഗന്ധം പരക്കുകയും പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കുവാനും
ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനും ദേവിയുടെ കടാക്ഷത്താൽ ആ വീടുകളിൽ കടബാധ്യതകൾ കുറയുന്നതിനും ദാരിദ്ര്യം ഇല്ലാതാകുന്നതിനും ദുരിതങ്ങൾ അവസാനിക്കുന്നതിനും ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരുന്നതിനും സഹായകരമാണ്. സാധിക്കുന്ന ഏവരും ഈ ഒരു കാര്യം നാളെ തീർച്ചയായും നിങ്ങൾ ചെയ്യുക. കൂടാതെ നാളെ ജപിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒരു മന്ത്രം തന്നെയാണ് ശുക്രഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന മന്ത്രം. ഈ മന്ത്രം നാളെ നിങ്ങൾ 108 ജപിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ദ്രാം ഡ്രീം ദ്രോം സ ശുക്രയേ നമഃ എന്നാകുന്നു. ഈ മന്ത്രം 108 നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാകുന്നു. ശുക്രദേവന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ, കൈവരിക്കുവാൻ നിങ്ങൾക്കത് സഹായകരമായി തീരും. നാളെ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം നിങ്ങൾ 108 തന്നെ ജപിക്കുക. 1008 ജപിക്കുവാൻ സാധിച്ചാൽ അത് ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വിശേഷപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി മാറും. സാധിക്കുന്നവർ സമയമുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 108 ജപിക്കുക. കൂടാതെ ഇന്നേ ദിവസം ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മധുരം പായസം വീടുകളിൽ കൊണ്ടുവരുന്നതും കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നതും ഏറ്റവും വിശേഷമായി തന്നെ കരുതുന്നു. അതിനാൽ തീർച്ചയായും ഈ കാര്യവും നാളെ ഏവരും ചെയ്യേണ്ടതായിട്ടുണ്ട്. നാളെ ഒറ്റ സംഖ്യയിൽ ശംഖുപുഷ്പം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നീല ശംഖുപുഷ്പം തന്നെ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ വെള്ള ശംഖുപുഷ്പം 5 സമർപ്പിക്കുന്നതാണ് ഏറ്റവും വിശേഷം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദാമ്പത്യ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാൻ സഹായകരമായി തീരും. ഐക്യമില്ലാത്ത അവസ്ഥ പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും. തർക്കങ്ങൾ കുറയ്ക്കുവാൻ സഹായകരമാണ്. ശത്രുനാശം ജീവിതത്തിൽ വന്നു ചേരുവാനും ദാരിദ്ര്യനാശനത്തിനും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. തീർച്ചയായും ഈ കാര്യവും നാളെ ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക. വീട്ടിലെ ഏവരും നാളെ കളഭം നെറ്റിയിൽ ചാർത്തുന്നത്, ശുദ്ധിയോടെ ചാർത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കൂടാതെ നാളെ തുളസിയില തലയിൽ ചൂടുന്നതും അതീവ ശുഭകരമായി തന്നെ കണക്കാക്കുന്നു. സുമംഗലികൾ പൊട്ട്, സിന്ദൂരം, താലി എന്നിവ തീർച്ചയായും ധരിക്കേണ്ടതാകുന്നു. കൺമഷി നാളെ എഴുതുന്നതും അഥവാ കൺമഷി എഴുതുന്നതും ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യവും നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതായിട്ടുണ്ട്. ദേവീക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച കുങ്കുമം നാളെ വീടുകളിൽ കൊണ്ടുവരികയും തുടർന്നുള്ള ദിവസങ്ങളിൽ അണിയുന്നതും കണ്ണേറ് ദോഷം ഒഴിഞ്ഞു പോകുന്നതിനും ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുന്നതിനും ശത്രുനാശനത്തിനും സഹായകരം തന്നെയാകുന്നു. അതിനാൽ നാളെ മുതൽ തീർച്ചയായും നിങ്ങൾ ദേവീക്ഷേത്രത്തിലെ കുങ്കുമം അണിയുന്നത് ശുഭകരമായി തന്നെ കണക്കാക്കാം. കൂടാതെ നാളെ ഭഗവാന്റെ മന്ത്രങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന മന്ത്രങ്ങൾ തന്നെ നാളെ ജപിക്കുക. 108 ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിളക്ക് തെളിയിച്ച് ജപിക്കുന്നതും കൂടാതെ ക്ഷേത്രനടയിൽ വെച്ച് ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. 108 ജപിക്കുക. ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.